നമസ്കാരം. ഭരണപരാജയത്തെ തുടർന്ന് ജനം തൂത്തെറിഞ്ഞ് പിണറായിയെ എന്തിനാണ് വീണ്ടും പിന്നാലെ നടന്ന് ആക്രമിക്കുന്നത്? അത് പിണറായി ഷാജൻ സ്കറിയയോട് ചെയ്ത ദ്രോഹത്തിന് വ്യക്തിപരമായി പകവീട്ടുന്നതല്ലേ? ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകന് ചേരുന്നതാണോ ഈ ശീലം എന്ന് ചിലരെങ്കിലും എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്നവരെ അവഗണിക്കാൻ എനിക്ക് പദ്ധതിയില്ല. പിണറായി അധികാര കസേരയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ അവഗണിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. നിർഭാഗ്യവശാൽ ആ പരാജയത്തിൻ്റെ കാമ്പ് ഉൾക്കൊള്ളാതെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കയറിയിരുന്ന് ഇപ്പോഴും ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് പിണറായിയും അദ്ദേഹത്തിൻ്റെ പോലീസും വിശദീകരണം നൽകിക്കൊണ്ടിരുന്നത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുമ്പോൾ അതെങ്ങനെ പറയാതിരിക്കും എന്നതും പ്രസക്തമാണ്. പിണറായി അഴിമതിക്കാരനായിരുന്നു, സ്വജനപക്ഷപാതിയായിരുന്നു, ധൂർത്തനായിരുന്നു, അഹങ്കാരത്തിന് ഹുങ്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിണറായി മാസപ്പടി വാങ്ങാൻ മകളെ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പിണറായി കരിമണൽ കർത്തയ്ക്ക് അനധികൃതമായി ലാഭമുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് പിണറായി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ തുരുതുര പോയതും ലോകമെമ്പാടുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസമുറപ്പിച്ചതും. അതുകൊണ്ടാണ് പിണറായി ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ടാണ് പിണറായി സ്വർണ്ണക്കടത്തും കറൻസി കടത്തും നടത്തിയത്. അതുകൊണ്ടാണ് പിണറായി ദുരിതാശ്വാസ നിധിയിൽ പോലും കൈയിട്ട് വാരാൻ ശ്രമം നടത്തിയത് എന്നൊക്കെ പലതവണ പറഞ്ഞതാണ്. ഇപ്പോഴിതാ അങ്ങനെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ തെളിവ് പുറത്തേക്ക് വരുന്നു. ഒന്നാമത്തെ, കരിമണലിനോടുള്ള പിണറായിയുടെ അടങ്ങാത്ത മോഹമാണ്. കരിമണൽ കർത്തയായിരുന്നു അതിൻ്റെ ഏജന്റായി പിടിച്ചത്. വർഷങ്ങളോളം കർത്തയെ ഊറ്റിത്തിന്നു പിണറായിയും പിണറായിയുടെ ആൾക്കാരും. എന്നാൽ അത് പിടിക്കപ്പെടുന്നു. കരിമണൽ കർത്തയിൽ നിന്നും 1 രൂപ മാസപ്പടിയായി ബാങ്ക് വഴിയോ അല്ലാതെയോ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നു. കർത്തയുമായുള്ള എല്ലാ ഇടപാടുകളും പൊതുജനത്തിൻ്റെ ദൃഷ്ടിയിൽ കൃത്യമായി നിരീക്ഷണ ക്യാമറകളായി മാറുന്നു. പക്ഷേ കരിമണലിനോടുള്ള ആർത്തിയും അതിൻ്റെ സാധ്യതയും പിണറായിക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. കേരളത്തിൻ്റെ 600 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന തീരദേശത്തെ പലയിടത്തും പൊന്നിനേക്കാൾ വിലയുള്ള കരിമണൽ കൂമ്പാരമാണ്. ഇവ വേർതിരിച്ചെടുത്ത് ആധുനിക വ്യവസായത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്ന പണി ചെയ്യുന്നവരിൽ നിന്നും പണം കൈപ്പറ്റുക എന്നതാണ് പിണറായിയുടെ നയം. അതുകൊണ്ടാണ് കരിമണൽ കർത്ത അപ്രസക്തനായപ്പോൾ ഹൈദരാബാദിൽ നിന്നും ഒരു പുതിയ കളങ്കിത കച്ചവടക്കാരനെ കണ്ടുപിടിക്കാൻ നീക്കം നടത്തിയത്. ഇന്നത്തെ മലയാള മനോരമയുടെ 1ാമത്തെ പേജിൽ പ്രധാന വാർത്തയായി ജയചന്ദ്രൻ ഇലങ്കത്തെ എന്ന കൊല്ലത്തെ അവരുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വിശദമായി ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നു. 2019 കേന്ദ്ര സർക്കാർ നിയമം മൂലം കരിമണൽ ഖനനവും സംസ്കാരവുമൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിലുള്ള കമ്പനികളെ മാത്രമാണ്. IREL എന്ന കേന്ദ്ര സർക്കാർ കമ്പനിക്കോ KMML എന്ന സംസ്ഥാന സർക്കാർ കമ്പനിക്കോ മാത്രമാണ് ഇതിന് അനുമതിയുള്ളത്. 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി കേന്ദ്ര നിയമത്തെ ലംഘിച്ചുകൊണ്ട് കരിമണൽ കർത്തയ്ക്ക് കൊടുത്താണ് മാസപ്പടി മകൾക്ക് അന്ന് ഒപ്പിച്ചു കൊടുത്തത്. അത് നിലച്ചു പോയപ്പോൾ ഇപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് കരിമണലിൽ നിന്നും KMML ഖനനം ചെയ്തെടുത്തിരിക്കുന്ന മോണോസൈറ്റ് സംസ്കരിച്ച് മറ്റുൽപ്പന്നങ്ങളാക്കാനുള്ള കരാർ കൊടുക്കാൻ നീക്കം നടത്തി. ആ നീക്കം അതീവ വേഗതയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്താനായിരുന്നു നീക്കം. ഏതാണ്ട് 5000 കോടി വിലമതിക്കുന്ന മോണോസൈറ്റ് KMML അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. നിയോഡെമിയം, തോറിയം, സ്കാൻഡിയം തുടങ്ങിയ അപൂർവ ധാതു ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ 2025 ജൂണിൽ KMML താൽപര്യപത്രം ക്ഷണിക്കുന്നു. 2026 ജനുവരിയിലാണ് ടെൻഡർ വിളിക്കുന്നത്. ടെൻഡർ നടപടികളിലും ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. എങ്ങനെയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക് മാത്രമായി ഇത് കിട്ടിയത് എന്നത് സംശയാസ്പദമാണ്. ഇത് മാത്രമല്ല, കരിമണലുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിനും വാസ്തവത്തിൽ സ്വകാര്യ കമ്പനികൾ ആശ്രയിക്കരുത് എന്നാണ് നിയമം. എന്നിട്ടും KMML ഇതുമായി മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്നിട്ടും KMML നീക്കം നിർത്തിവെച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ 17 അനുമതി ലഭിക്കുന്നു. അങ്ങനെ KMML അടുത്ത ഫയൽ വേഗതയിൽ നീക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് മെയ് 2 വ്യവസായ വകുപ്പ് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കുന്നു. നോക്കൂ എന്തൊരു വേഗതയായിരുന്നു അവസാനമെന്ന്. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അഥവാ ഭരണം നഷ്ടപ്പെട്ടാൽ അതിനു മുൻപ് തീരുമാനമെടുക്കാൻ മെയ് 2 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ പുതിയ സർക്കാർ വരുന്നതിന് മുൻപ് വ്യവസായ വകുപ്പ് ഉത്തരവിറക്കുകയാണ്. ആ ഉത്തരവ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈദരാബാദ് കമ്പനി തിരുവനന്തപുരത്തെത്തി മന്ത്രിമാരുടെ ഓഫീസ് കയറി ഇറങ്ങി നടക്കുന്നു. ഈ അഴിമതിക്ക് എന്തൊരു വേഗത! ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു തട്ടിപ്പ് എക്സൈസ് വകുപ്പിൽ നടന്ന വലിയ മോഷണത്തെക്കുറിച്ചാണ്.
ഏതാണ്ട് 50 കോടിയിലധികം രൂപയുടെ നഷ്ടം ഒരു മോഷണ കേസിൽ മാത്രം എക്സൈസിനുണ്ടായി. അത് യാദൃച്ഛികമായി പിടിക്കപ്പെട്ടതുകൊണ്ടാണ്. ആ മോഷ്ടാക്കളെ ഒന്നും ചെയ്തില്ല. മോഷണം വ്യാപകമാണോ എന്ന് പരിശോധിക്കാൻ മറ്റിടങ്ങളിലേക്ക് ഒരു ശ്രമവും പോയില്ല. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോഷണ കേസിലും പിണറായിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നാണ്. ആ മോഷണ കേസിനെ കുറിച്ച് വിദ്യാനന്ദൻ എന്നയാൾ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൻ്റെ കൃത്യമായ വിവരണമുണ്ട്. ജവാൻ റം ഉണ്ടാക്കാൻ വാങ്ങിയ സ്പിരിറ്റ് ടാങ്കറിൽ മറിച്ചു വിറ്റും മറ്റൊരു 1.48 ലക്ഷം ലിറ്റർ ആവിയായി. എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി സർക്കാർ കമ്പനി ജവാൻ റം നിർമ്മിക്കാനായി വാങ്ങിയ സ്പിരിറ്റ് ഉദ്യോഗസ്ഥർ മറിച്ചു വിറ്റു. ടാങ്കർ ലോറികളിൽ കൊണ്ടുവരവെ 20,000 ലിറ്റർ സ്പിരിറ്റ് വിറ്റത് മധ്യപ്രദേശിൽ. ചൊവ്വാഴ്ച നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിലേതാണ് വിവരങ്ങൾ. ഈ ചൊവ്വാഴ്ച CAG റിപ്പോർട്ടിലുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. തിരുവല്ലയിലെ സർക്കാർ കമ്പനിയായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണ് ജവാൻ റം ഉൽപ്പാദിപ്പിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ വിൽക്കുന്നതിൽ ഏറ്റവും ചെലവുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ് താരതമ്യേന വിലക്കുറവുള്ള ജവാൻ റം. 2021 ജൂൺ 30 മോഷണം കണ്ടുപിടിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ പതിവ് പരിശോധനയ്ക്കിടെ തിരുവല്ലയിലെ കമ്പനിയിലേക്ക് സ്പിരിറ്റുമായി വന്ന 2 ടാങ്കർ ലോറികൾ തടഞ്ഞു. 2 ലോറികളിലും 40,000 ലിറ്റർ വീതം സ്പിരിറ്റ് ഉണ്ടെന്നായിരുന്നു കണക്കുകൾ. എന്നാൽ പരിശോധനയിൽ വലിയ കുറവാണ് കണ്ടെത്തിയത്. ഒരു ലോറിയിൽ 12,687 ലിറ്ററിന്റെയും അടുത്തതിൽ 7,699 ലിറ്ററിന്റെയും കുറവാണ് കണ്ടെത്തിയത്. ആകെ കുറവ് 20,836 ലിറ്റർ. നോക്കൂ, 40,000 ലിറ്റർ വീതം 2 ടാങ്കറുകളിൽ വന്നപ്പോൾ രണ്ടിലും ഏതാണ്ട് 10,000 ലിറ്റർ വീതം കുറവ്. ചോദ്യം ചെയ്യലിൽ ഡ്രൈവർമാർ കുറ്റസമ്മതം നടത്തി. സ്പിരിറ്റ് മധ്യപ്രദേശിൽ ആർക്കോ മറിച്ചു വിറ്റു. കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട മോഷണമാണിതെന്നും അവർ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തു. ഉദാരമതികളായ എക്സൈസ് ഉദ്യോഗസ്ഥർ കള്ളന്മാരോട് അനുഭാവപൂർണമായ നിലപാടാണ് എടുത്തത്. അളവിലില്ലാത്ത സ്പിരിറ്റ് ലിറ്റർ 1 20 രൂപ പിഴ ഈടാക്കി വാഹനങ്ങൾ പുറപ്പെടാൻ അനുവദിച്ചു. ആകെ ഈടാക്കിയത് 6,76,072 രൂപ. നോക്കുക, 20 രൂപ വീതം ലിറ്ററിനൊന്നിന് പിഴ വെച്ച് ഏതാണ്ട് 6.25 ലക്ഷം രൂപ വാങ്ങി ലോറി വിട്ടയച്ചു. അവിടെ അവസാനിപ്പിച്ചു എക്സൈസ് നീക്കം. ഈ സംഭവത്തെ തുടർന്ന് തിരുവല്ലയിലെ ഡിസ്റ്റിലറിയിൽ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തി. അവിടെ സൂക്ഷിച്ച സ്പിരിറ്റിന്റെ അളവിലും കണക്കിലും വൻ പൊരുത്തക്കേട് കണ്ടെത്തി. 7 സെപ്റ്റംബർ 2021 നടത്തിയ പരിശോധനയിൽ 4,60,000 ലിറ്റർ സ്പിരിറ്റിന്റെ, അതായത് 7,72,000 പ്രൂഫ് ലിറ്റർ കുറവാണ് കണ്ടെത്തിയത്. ലിറ്റർ 1 20 രൂപ വെച്ച് പിഴയായി 1,54,00,000 രൂപ നോട്ടീസ് നൽകി. എന്നാൽ സ്റ്റോറേജ് വേസ്റ്റ് അലവൻസ് കണക്കാക്കണമെന്നുള്ള കമ്പനിയുടെ അപേക്ഷയെ തുടർന്ന് കുറവ് 1,48,000 ലിറ്റർ ആയി നിജപ്പെടുത്തി പിഴത്തുക 48,70,000 രൂപയായി കുറച്ചു. സ്പിരിറ്റ് മോഷണത്തിൽ സർക്കാരിനുടെ വരുമാന നഷ്ടം 2.2 കോടി രൂപയാണെന്ന് CAG റിപ്പോർട്ടിലുള്ളത്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ കണ്ടെത്തിയ കുറവിനത്തിൽ സർക്കാരിന് നഷ്ടം 51.88 കോടി രൂപയാണ്. സർക്കാരിനുടെ നഷ്ടം നികത്താൻ യാതൊരു നടപടിയും എടുത്തില്ല. മോഷണത്തിന് പോലീസ് FIR ഇട്ടെങ്കിലും സർക്കാരും കമ്പനിയും കുറ്റക്കാർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ ഒരു നടപടിയും എടുത്തില്ല എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. നോക്കൂ, എന്തൊരു ദുരന്തമാണെന്ന്. 2 ലോറി പരിശോധിക്കുന്നു, അതിന് മാത്രം ഏതാണ്ട് 67 ലക്ഷം രൂപ പിഴയിടേണ്ടി വരുന്നു. പിന്നീട് ഒരു ജവാൻ ഉൽപാദന കേന്ദ്രത്തിന് മാത്രം പരിശോധന നടത്തുന്നു, അവിടെ 1.5 കോടി രൂപ പിഴയടക്കുന്നു. എന്നാൽ സർക്കാരിൻ്റെ നഷ്ടം 51 കോടിയാണെന്ന് CAG കണ്ടെത്തുന്നു. ഈ 51 കോടി നഷ്ടപ്പെടുത്തിയവർക്കെതിരെ നടപടിയില്ല, അന്വേഷണമില്ല. ഇതുപോലെ ഇത്തരം സർക്കാർ മദ്യനിർമ്മാണശാലകളിൽ പരിശോധന നടത്താനോ സ്റ്റോക്ക് വെരിഫൈ ചെയ്യാനോ സാധിച്ചിട്ടില്ല. എത്ര കോടിയുടെ അഴിമതിയായിരിക്കും മോഷണം വഴി നടക്കുന്നത്. ഈ മോഷണത്തിൽ സർക്കാരിന് പങ്കില്ലെങ്കിൽ, പിണറായി വിജയന് പങ്കില്ലെങ്കിൽ, എക്സൈസ് മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മോഷണം കയ്യോടെ പിടിച്ചത് വാർത്തയാക്കാതെ, ഈ മോഷണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാതെ, അവരെ പിരിച്ചുവിടാതെ സംരക്ഷിച്ചത്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് ലോറി ഡ്രൈവർമാരുടെ സഹായത്തോടെ നടത്തുന്ന വലിയ കൊള്ളയാണിതെന്നും സംസ്ഥാന ഖജനാവിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ വർഷം തോറും ഇങ്ങനെ മോഷണം പോകുന്നു എന്നുമല്ലേ? എന്തൊരു ആർത്തിയാണ് പിണറായി എന്ന മനുഷ്യനെ, എന്തൊരു ആർത്തിയാണ് CPM എന്ന പാർട്ടിക്ക്. ഇവർ ഈ നാട് കുറച്ചു കാലം കൂടി ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിൻ്റെ സ്ഥിതി?